ഹായ് ഡിയേഴ്സ്, MBBS മോപ്പപ്പ് കൗൺസിലിംഗ് അവസാനിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഒഴിവുകളിലേക്ക് സ്റ്റേ വേക്കൻസി റൗണ്ടിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസുകൾ, സ്റ്റേ വേക്കൻസി റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസുകളിലെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒപ്പം തന്നെ മോപ്പപ്പ് അലോട്ട്മെന്റ് ശേഷം വന്നിട്ടുള്ള ഒഴിവുകളും നമ്മുടെ സിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ഒഴിവുകളാണ് ഉള്ളത്, അധികവും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് ഒഴിവുകളുള്ളത്. അത് ഏതൊക്കെ കാറ്റഗറി വൈസ് ആയിട്ടുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആർക്കൊക്കെയാണ് സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കുക എന്നുള്ളവരുടെ വിദ്യാർത്ഥികളുടെ ലിസ്റ്റുകളും സിഇ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. NRI ലിസ്റ്റുകളും ഒപ്പം തന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ലിസ്റ്റുകളും സിഇ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോയിലെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സ്റ്റേ വേക്കൻസി റൗണ്ടിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻ സിഇഇ പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ്? എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ റൂൾസുകൾ താഴെ പറയുന്നുണ്ട്. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുകളിൽ റിപ്പോർട്ട് ചെയ്യണം. കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് ആണ് 26 തീയതി മുതൽ 28 തീയതിക്കുള്ളിലാണ് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത്. ഇത് ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിൽ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അവിടെ ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിൽ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാകും. ഏതാണ്, ചില കോളേജുകളിൽ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ അതും കൂടി ഒന്ന് വിശദമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഫീസ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ആ കോളേജുകളുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതത് കോളേജ് വെബ്സൈറ്റുകളുമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അത് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഈ രീതിയിലാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ഒരു വേക്കൻസിയാണ് ഉള്ളതെങ്കിൽ അതിന്റെ 10 മടങ്ങാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് സിഇ തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 10 കുട്ടികളുടെ ലിസ്റ്റ് ആയിരിക്കും ഇടുക. ഒപ്പം തന്നെ അതിന്റെ 10 ടൈംസ് ആണ് വേക്കന്റ് എത്രയാണോ അതിന്റെ 10 ഇരട്ടിയാണ് കുട്ടികളുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതും കാറ്റഗറി വൈസും എല്ലാ കോട്ട വൈസും ഒക്കെയാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനി ആർക്കൊക്കെയാണ് സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കുക എന്നുള്ളതിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതായത് കേരള മെഡിക്കൽ റാങ്കിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആയിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികളായിരിക്കണം. അതായത് ഓൾ ഇന്ത്യ കോട്ടയിലോ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടോ അതുപോലെ തന്നെ സ്റ്റേറ്റ് കോട്ടയിലോ ഒന്നും തന്നെ അഡ്മിഷൻ ഇതുവരെ ലഭിക്കാത്ത കുട്ടികൾക്ക് സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് പറയുന്നത്, അതായത് നിങ്ങളുടെ പർട്ടിക്കുലർ കാറ്റഗറിയിലാണ് സാധാരണ നമുക്ക് ആ ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അതായത് നമ്മുടെ ജനറൽ മെറിറ്റിൽ വളരെ കുറവ് സീറ്റുകളേ ഉള്ളൂ. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ മാത്രമാണ് സീറ്റ് വേക്കൻസി ഉള്ളത് തന്നെ. അതിൽ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിൽ AM-ലും ഉണ്ട്. അതുപോലെ തന്നെ NRI കോട്ടയിലേക്ക് ഉള്ള ഒഴിവുകളുണ്ട്. ചില കാറ്റഗറീസിലും ഒഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ആ ഒരു ഒഴിവുകളിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനുശേഷം ആ കുട്ടികളുടെ ആബ്സെൻസിൽ ഉണ്ടെങ്കിൽ അടുത്തതും സിഇ തന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം മാത്രമേ അടുത്ത കുട്ടികളെ കൺസിഡർ ചെയ്യുകയുള്ളൂ. അതും സിഇയുടെ ലിസ്റ്റ് പ്രകാരം തന്നെയാണ് ഈ കോളേജുകൾ സ്റ്റേ വേക്കൻസി റൗണ്ട് നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ MBBSന്റെ മോപ്പപ്പ് കൗൺസിലിംഗിൽ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾക്കും മാത്രമേ ഈ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കണം മോപ്പപ്പ് കൗൺസിലിംഗ്. അങ്ങനെ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് ഈ പേയ്മെന്റ്സും നമ്മൾ നടത്തുവാൻ റെഡി ആയിരിക്കണം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഫീസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുള്ള കാറ്റഗറി വൈസ് ആണെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, NRI കോട്ടയാണെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ അഡ്മിഷൻ സമയത്തും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. ഒപ്പം തന്നെ നിങ്ങൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റിൽ അത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്കാൻഡ് കോപ്പീസും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിൽ പരിശോധിച്ച് കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റ് ഓഫ് പ്രോബിൾ കാൻഡിഡേറ്റ്സ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ഓപ്ഷൻ രജിസ്റ്റേർഡ് ഫോർ ദി മോപ്പപ്പ് കൗൺസിലിംഗ് കൺസിഡർ അപ്രോക്സിമേറ്റ്ലി 10 ടൈംസ് ദി നമ്പർ ഓഫ് ആക്ച്വൽ വേക്കൻസീസ് എന്ന് സിഇ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 5 ഒഴിവുകൾ ആണെങ്കിൽ അതിന്റെ 10 ടൈംസ് എന്ന് പറയുമ്പോൾ 50 കുട്ടികളുടെ ലിസ്റ്റ് സിഇ ഓരോ കോളേജ് വൈസ് ആയിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്.
അതനുസരിച്ച് തന്നെയായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ട് ഇല്ലെങ്കിൽ അടുത്ത ലിസ്റ്റ് സിയുടെ ലിസ്റ്റിൽ നിന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത ഒരു അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാവുകയുള്ളൂ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മോപ്പപ്പ് റൗണ്ടിന് ശേഷം വന്നിരിക്കുന്ന ഒഴിവുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈ ഒഴിവുകളിലേക്കാണ് നമ്മൾ സ്റ്റേ വേക്കൻസി റൗണ്ടിലൂടെ പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്, എല്ലാം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് ഒഴിവുകളുള്ളത്. അതിൽ തന്നെ ജനറൽ മെറിറ്റിൽ, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്ക് ഒഴിവുകളുടെ എണ്ണം വളരെ കുറവാണ്. 2 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. അതായത് ജൂബിലിയിലും അതുപോലെ തന്നെ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുമാണ് ഓരോ ഒഴിവുകൾ വീതമുള്ളത്. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മൊത്തം 3 ഒഴിവുകളാണ് കാറ്റഗറി വൈസ് ആയിട്ടുള്ളത്. അതായത് മലബാർ മെഡിക്കൽ കോളേജിൽ ഈഴവ കാറ്റഗറിയിലും അതുപോലെ തന്നെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മുസ്ലിം കാറ്റഗറിയിൽ ഒരു ഒഴിവും അതുപോലെ തന്നെ വിശ്വകർമ്മയിൽ PK ദാസിലുമാണ് ഒഴിവുള്ളത്. ഓക്കെ, ബാക്കി വരുന്ന ഒഴിവുകളെല്ലാം തന്നെ AM-ലാണ്. അതായത് AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ ഇന്ത്യ മെറിറ്റ് ആണ്. അതായത് നമ്മുടെ പുറത്തുള്ള സ്റ്റേറ്റിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ കേരളയിലെ കുട്ടികൾക്കും 15% സീറ്റിലേക്ക് അപേക്ഷിക്കാനാണ് ഓൾ മെറിറ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടുള്ള ഒഴിവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ കോളേജിലും AM എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ NRI കോട്ടയിലേക്കുള്ള ഒഴിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം ഒഴിവുകൾ NRI കോട്ടയിലും കാണുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റി കോട്ടയിലും 1-2 സീറ്റുകൾ ഒഴിവുണ്ട്. അതുപോലെ തന്നെ ഓൾ ക്രിസ്ത്യൻസ് കോട്ടയിലും ഇവിടെ സീറ്റുകൾ ഒഴിവുണ്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളരെ കുറഞ്ഞ നമ്പറുകളാണ് ഉള്ളത്. അതനുസരിച്ച് കരുണ മെഡിക്കൽ കോളേജിൽ NM-ൽ 10 ഒഴിവുകൾ, അതായത് NRI കോട്ടയിലുള്ള മുസ്ലിം കാൻഡിഡേറ്റ്, അതായത് ന്യൂനപക്ഷ കോളേജുകളിൽ അവിടെ മുസ്ലിം കാൻഡിഡേറ്റ്സുകൾക്ക് മുസ്ലിം മൈനോറിറ്റി കോളേജ് ആണെങ്കിൽ NRI കോട്ടയിലേക്ക് അവർക്ക് റിസർവേഷൻ ഉണ്ടായി, അതിൽ 10 ഒഴിവുണ്ട്. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള NRI കോട്ടയിലുള്ള ഒഴിവുകളുമാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു കോട്ടയിലേക്കുള്ള ലിസ്റ്റുകളും CE പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് അതെന്താന്ന് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. ഓരോ കാറ്റഗറി വൈസ് ആയിട്ടും കുട്ടികളുടെ പേരും അവരുടെ റാങ്കും അനുസരിച്ചിട്ട് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 10 മടങ്ങായിട്ടാണ് കുട്ടികളുടെ ലിസ്റ്റ്, വേക്കൻസിയുടെ 10 മടങ്ങായിട്ടാണ് കുട്ടികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് ഓഫ് MBBS കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോബബിൾ ലിസ്റ്റ് ആണ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം കാറ്റഗറി വൈസ് ആയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി ഓഫ് സ്റ്റേ വേക്കൻസി ഓൾ ഇന്ത്യ മെറിറ്റിൽ ആണ് കൊടുത്തിട്ടുള്ള ലിസ്റ്റുകളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഏത് കാറ്റഗറിയിലാണ് ഒഴിവുള്ളത്, അതത് കോളേജുകളുടെ ഒഴിവുകൾ നമ്മൾ പറഞ്ഞു തന്നു, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ലിസ്റ്റാണ്, അതിൻ്റെ ഒരു 10 മടങ്ങാണ് കുട്ടികളുടെ ലിസ്റ്റാണ് CE പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾ ഇന്ത്യ മെറിറ്റിലാണ് ഒഴിവുള്ളതെങ്കിൽ അതിൻ്റെ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ അതിൻ്റെ ഒരു ഒഴിവാണെങ്കിൽ അതിൻ്റെ 10 കുട്ടികളുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. മുസ്ലിം മൈനോറിറ്റിയിലാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏതൊക്കെ കാറ്റഗറി വൈസ് ആയിട്ടുള്ളതാണെന്ന് ഓരോ കുട്ടിയും അത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ലിസ്റ്റുകൾ ഇവിടെ CEയുടെ വെബ്സൈറ്റിൽ ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് ഇട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിൽ പേര് വന്നാൽ ഇനി കുട്ടികൾ തെറ്റിദ്ധരിക്കരുത്, അവർക്ക് അഡ്മിഷൻ കിട്ടിയെന്നില്ല. നമ്മൾ അവരുടെ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കണം. അതത് കോളേജുകളുടെ വെബ്സൈറ്റുകൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് അവർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, എല്ലാ ടൈമിലും വെബ്സൈറ്റുകൾ ഒബ്സർവ് ചെയ്യുക. വെബ്സൈറ്റ് അഡ്രസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റുകൾ നമ്മുടെ ഗൂഗിളിൽ തന്നെ ലഭിക്കുന്നതാണ്. NRI കോട്ടയിലേക്കുള്ള ലിസ്റ്റുകളും ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള NRI കോട്ടയിലേക്കുള്ള കുട്ടികളുടെ ലിസ്റ്റുകളും ഇവിടെ മൊത്തമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് തന്നെ ഇവർക്ക് ഈ ഒരു റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ റൗണ്ടുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.